നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷ വിഷയം ചതുർഗ്രഹ യോഗ നിരൂപണം. കല്യാണപത്മാവിൻ്റെ സാരാവലിയിലെ ചതുർഗ്രഹ യോഗ നിരൂപണത്തിൽ ഇവിടെ നാം ചർച്ച ചെയ്യുന്ന 4 ഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് എൻ്റെ പ്രിയ പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ഇവിടെ ചന്ദ്രനും ബുധനും വ്യാഴവും ശനിയുമാണ് യോഗകർത്താക്കളായി വരുന്നത്. 3 ശുഭഗ്രഹങ്ങൾ ചന്ദ്രൻ, ബുധൻ, വ്യാഴം, ഒരു പാപഗ്രഹം ശനി. യോഗത്തിൽ ജനിക്കുന്ന വ്യക്തി എപ്രകാരമുള്ള വ്യക്തിയാണ് എന്ന് കല്യാണവർത്മാവ് ഇപ്രകാരം വിശദീകരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകർ ശ്ലോകം ശ്രദ്ധിക്കുക. കൃതധർമ്മകീർത്തി അഗ്രസ്തേജസ്വി ബന്ധുവല്ലഭോ മതിമാൻ നൃവസജീവ പ്രവരകവി ശശിബുധ ജീവാർക്കിഭി സഹിതൈ. ശശി ബുധ ജീവ അർക്കിഭി, ശശി ചന്ദ്രൻ, ബുധൻ ജീവൻ വ്യാഴം, അർക്കിഭിഹി അർക്കി ശനി, ഇവരോട് ചേർന്ന് നിൽക്കുന്ന ചതുർഗ്രഹ യോഗത്തോടുകൂടി ചേർന്ന് നിൽക്കുന്ന വ്യക്തിയുടെ സ്വഭാവ വിശേഷങ്ങൾ ഇപ്രകാരമാണെന്ന് ആചാര്യൻ സമർത്ഥിക്കുന്നു. ശ്ലോകം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. ഇനി ഞാൻ വിശദീകരിക്കാം. കൃത ധർമ്മകീർത്തി, തന്നാൽ ആചരിക്കപ്പെട്ട ധാർമ്മികമായ വിഷയങ്ങളെ കൊണ്ട് കീർത്തി സമ്പാദിച്ച വ്യക്തി എന്നർത്ഥം. കൃതേന ധർമ്മേണ കീർത്തി യസ്യ സഹ കൃതധർമ്മകീർത്തി, താൻ ആചരിച്ച കർമ്മങ്ങളിലൂടെ പ്രസിദ്ധി ലഭിക്കുന്ന വ്യക്തി. നല്ല അർത്ഥമാകുന്നു ഇത്. അവിടെ ശനി ഒരു സ്പിരിച്വൽ പ്ലാനറ്റാണ്, ആത്മീയമായ ഗ്രഹമാണ്. അതാണ് ധർമ്മം എന്നാൽ മതപരമായ എന്നാണ് അർത്ഥം. നമ്മുടെ ധർമ്മദൈവം ധാർമ്മികമായ മതപരമായ വിഷയത്തിലൊക്കെ ഉൾപ്പെട്ട് അദ്ദേഹത്തിന് പ്രശസ്തി ലഭിക്കുന്നു എന്നർത്ഥം. അഗ്രഹ, അഗ്രേ ഭവ അഗ്രഹ, അയാൾ മുൻനിരയിൽ എത്തിച്ചേരും. എപ്പോഴും തൻ്റെ ആ പ്രവർത്തനങ്ങൾ കൊണ്ട് മുൻനിരയിൽ എത്തിച്ചേരുന്നു അദ്ദേഹം എന്നർത്ഥം. തേജസ്വി, തേജഹാസ്യ അസ്ഥിതി തേജസ്വി, നല്ല തേജസ്സോടുകൂടിയ വ്യക്തിയായിരിക്കും അദ്ദേഹം. ബന്ധുവല്ലഭ, ഇദ്ദേഹം ബന്ധുനാം വല്ലഭ, ബന്ധുക്കൾക്ക് പ്രിയപ്പെട്ട ആളാണ് ഇദ്ദേഹം. മതിമാൻ, മതിഹി അസ്യ സ്ഥിതി മതിമാൻ, ബുദ്ധിശക്തിയുള്ള വ്യക്തിയായിരിക്കും. നൃപസജീവ, രാജാവിൻ്റെ മന്ത്രിയാകാൻ, രാജാവിന് ഉപദേശം കൊടുക്കാൻ ഇദ്ദേഹം വളരെ യോഗ്യനാണ്. പിന്നീട് പ്രവരകവിഹി, ഇദ്ദേഹം കവിശ്രേഷ്ഠനാണ്. രചനാത്മകമായ കഴിവ് അങ്ങേയറ്റമുണ്ടാകും. നല്ല കവിയായി ഇദ്ദേഹം വിലസുന്നു സമൂഹത്തിൽ എന്നർത്ഥം. ഇപ്രകാരം ഈ യോഗത്തിൽ നല്ല ഫലം, സുഫലമാണ് ആചാര്യൻ നൽകിയിട്ടുള്ളത്. നന്ദി, നമസ്തേ.